ഗായത്രി, ഈ ചിത്രങ്ങളെല്ലാം ബന്ദിപ്പൂരിലെ ക്യാമ്പിൽ വെച്ചെടുത്തിട്ടുള്ളതാണ്. ശ്രീകുട്ടനും ഞങ്ങളുമായിട്ടുള്ള അവസാനത്തെ ഓർമ്മകളാണ് ഈ ചിത്രങ്ങൾ. തമ്പുരാൻ
വാഴുംകോവിലെടുത്തെ അവസാനത്തെ തമ്പുരാൻ സുഖം തന്നെയല്ലേ? തമ്പുരാനെ ഇങ്ങനെ സുഖിപ്പിച്ച് കിടത്താൻ ഈ പാവം എത്രമാത്രം ബുദ്ധിമുട്ടിയെന്ന് ആ പെരിങ്ങോട്ടുകര തേവർക്ക് മാത്രമേ അറിയൂ. ഇപ്പൊ നിന്നെ എന്നെയും കാണുമ്പോ ഈ ബാലൻകുട്ടി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് അറിവുള്ളവര് ചോദിച്ചാ ഞാൻ എന്തുത്തരാ പറയാ? എന്റെ തമ്പുരാനെ പറയേ, ഞാൻ എന്തുത്തരാ പറയാ? ഈ ബാലൻകുട്ടിക്ക് ശരീരം നിറച്ച് ബുദ്ധിയാണെന്നാ? ബാംഗ്ലൂരിൽ ഞാൻ എത്തുമ്പോഴാ നീ ബന്ദിപ്പൂരുണ്ടെന്നറിഞ്ഞേ. പ്രകൃതി ദുരന്തങ്ങൾക്ക് നടുവേ നിന്നെ എന്റെ മുന്നിൽ കിട്ടിയപ്പോ കരുതിയതാ കണക്കുകൂട്ടലുകൾ ആരംഭിക്കണമെന്ന്. അന്നത് ആരംഭമായി. നമ്മൾ ഒന്നിച്ച് ബന്ദിപ്പൂരിൽ നിന്നൊരു യാത്ര. അത് നിനക്ക് ഓർമ്മയുണ്ടോ? ബന്ദിപ്പൂരിലെ പ്രകൃതി ദുരന്തം, കുറെ ജീവനുകൾ പ്രകൃതിക്ഷോഭത്തിനിരയായ ദിവസം, നിന്നെ പ്രകൃതി എനിക്ക് സമ്മാനിച്ച ദിവസം. ആ യാത്രയിൽ നിന്നെ എന്റെ കെണിയിൽ വീഴ്ത്തി ഇവിടെ എത്തുമ്പോഴും ഞാൻ അറിഞ്ഞില്ല എന്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾക്ക് വിധി നൽകിയ രത്നമാണ് നീയെന്ന്. ഭദ്രമാമയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വൈഡൂര്യം. അന്ന് നീ എന്നോട് നിന്റെ പെണ്ണിനെ കുറിച്ച്, നിന്റെ സ്വപ്നത്തിലെ നായികയെക്കുറിച്ച്, എന്റെ ഗായത്രിയെക്കുറിച്ച് ഒത്തിരി പറഞ്ഞു. നിന്റെ മനസ്സിന് സുഖമുള്ള, എന്റെ മനസ്സിന് നൊമ്പരമുളവാക്കുന്ന സ്വപ്നങ്ങൾ, ആശകൾ, മോഹങ്ങൾ. ആ യാത്രയുടെ അവസാനം അതെല്ലാം വ്യാമോഹങ്ങളാണെന്ന് നീ അറിഞ്ഞില്ല അല്ലേ? അതൊന്നും നിനക്ക് ഓർമ്മയുണ്ടാവില്ല, ഓർമ്മയുണ്ടാവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഈ ബാലൻകുട്ടി തോറ്റു പോവില്ലടാ മോനെ. എടാ തമ്പുരാനെ, തത്വവും സിദ്ധാന്തവും പെണ്ണിനെയും മണ്ണിനെയും കൂട്ടിക്കുഴച്ച് തന്നെയാടാ പോകുന്നത്. പിന്നെ എന്തിന് ഞാൻ മാത്രം എന്റെ പെണ്ണിന് വേണ്ടി യാത്ര ചെയ്തൂടാ? ശ്രീകുട്ടന്റെ ഗായത്രി, ഗായത്രിയുടെ ശ്രീകുട്ടൻ, അതെന്തു മര്യാദ? ഞാൻ പറഞ്ഞോ അവൾ എന്നെ സ്നേഹിക്കണ്ടെന്ന്? പിന്നെ നിന്നെ മാത്രം അവളങ്ങ് സ്നേഹിച്ച അത് ഞാൻ എങ്ങനെ സഹിക്കൂടാ? ഞാൻ എങ്ങനെ സഹിക്കൂടാ? ഈ കോലത്തിൽ നീ ഇവിടെ കിടക്കുന്ന കാണുമ്പോ എനിക്കുള്ള സന്തോഷം എന്റെ അമ്മേ! ഒന്നും ഓർമ്മയില്ലാതെ തലച്ചോറിലെ സിരകൾ മരവിച്ച് നീ ഇങ്ങനെ കിടന്ന് കിടന്ന് നരയിക്കുമ്പോ നീ സ്നേഹിച്ച പെണ്ണില്ലേ ഗായത്രി, അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടി കുറെ നാളങ്ങ് കഴിയുമ്പോ ഓർമ്മകൾ നശിച്ച നിന്നെ ഞാൻ അവൾക്ക് കാഴ്ചവെക്കും. എന്തിനാണെന്നറിയോ? അവൾ എന്നെ പ്രണയിക്കാൻ. അതേടാ തമ്പുരാനെ, അവൾ എന്നെ പ്രണയിക്കാൻ. മനസ്സിലായോ?